നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ 2026-2027 വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ വിഷുഫലം വിഷുവിന് മുമ്പ് പ്രവചിക്കാറുണ്ട്. എന്നാൽ ആ സമയത്ത് നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. നിമിത്ത ഫലങ്ങൾ നന്നാവാതെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഫലപ്രവചനം അത് കൃത്യമായി പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുകയില്ല. ആയതുകൊണ്ടാണ് ഇത് താമസിച്ചത്. അപ്പോൾ ഈ ചിത്തിര നക്ഷത്രക്കാര് ഇതറിയുന്നത് മൂലം ഇനി വരുന്ന ഒരു വർഷ കാലഘട്ടം ഇവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ശ്രദ്ധിക്കണമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ചിത്തിര നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും ഒക്കെ അറിയേണ്ടതുണ്ട്. ഇത് അറിയാവുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോകാവുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആർക്കും ഇത് ബാധകമാണ്. ചിത്തിര നക്ഷത്രത്തില് ജനിക്കുന്നവര് വളരെയധികം ബുദ്ധിമാന്മാരും വാക് സാമർഥ്യമുള്ളവരുമായിട്ടാണ് കാണുന്നത്. ചില സാഹസിക കർമ്മങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. ഇവരുടെ മുഖത്ത് അല്ലെങ്കിൽ അരയിലൊക്കെ മറുകുള്ളവരായിട്ടാണ് കാണുന്നത്. ഭരണാധികാരികളിൽ നിന്നൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇതിൽ നിന്നൊക്കെ ആദായം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. ഇവർക്ക് വളരെയധികം കുശാഗ്ര ബുദ്ധിയായിരിക്കും. ഇവർക്ക് എന്ത് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും അതിന്റെ വേണ്ടിയുള്ള പരിശ്രമത്തില് ഇവര് വിജയിക്കുന്ന ആളുകളാണ്. കാര്യം കാണാൻ ഏത് വഴിയും ഇവര് സ്വീകരിക്കാൻ തയ്യാറാവുന്നവരാണ്. എന്തിനും സ്വന്തമായ തീരുമാനങ്ങളുണ്ട്. മറ്റുള്ളവരുടെ തീരുമാനങ്ങളെയൊക്കെ മാനിക്കുമെങ്കിലും സ്വന്തമായ തീരുമാനങ്ങളിലൂടെയാണ് ഇവർ കൂടുതൽ സമയവും പ്രവർത്തിക്കുന്നത്. സങ്കുചിതമായിട്ടുള്ള ചില മനസ്ഥിതികളൊക്കെ ഇവരെ പിടികൂടുന്നുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവര് കൂടുതലും മാതൃഭക്തരാണ്. ഇവർക്ക് പിതാവിനെ കൊണ്ടുള്ള ഗുണങ്ങള് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർക്കെന്ന് പറഞ്ഞാൽ ജനിച്ച വീട്, അവരുടെ നാട് ഒക്കെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയുള്ള ഒരു ജീവിതമാണ് കാണുന്നത്. ഇവരൊരിക്കലും ജനിച്ച വീട്ടിൽ തന്നെ ഇവരുടെ ജീവിതം പൂർണ്ണമാക്കുകയില്ല. ഇവരെ കുറിച്ച് ഒരു ചീത്തയായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. ചിത്തിര പിറന്നാല് ആ കുടി നാശമാകുമെന്നും ചിത്തിര പിറന്നാൽ ആ തറ തോണ്ടുമെന്നുമൊക്കെയുള്ള പഴമൊഴി. അതില് യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം ഈ ചിത്തിര നക്ഷത്രക്കാർ അവരുടെ ജന്മഗ്രഹത്തിൽ നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു മധ്യവയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുന്നത്. ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും ഒക്കെ ചില സമയങ്ങളിലൊക്കെ ഇവര് വിധേയരാകുന്നതാണ്. അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു മനഃശക്തി ഇവർക്കുണ്ടാവുന്നതാണ്. ആപത്ത് ഘട്ടത്തിലൊക്കെ ഇവർക്ക് അന്യരുടെ സഹായം ലഭിക്കുന്നതാണ്. ചില രഹസ്യ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത്രയുമാണ് ഈ ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ 2026-27 വർഷത്തെ വിഷുഫലമാണ് നോക്കുന്നത്. ഈ വിഷുഫലം 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതായത് 3 മാസത്തിലെ പ്രധാനപ്പെട്ട ഫലങ്ങൾ വീതമാണ് നമ്മൾ പറയുന്നത്. ഏപ്രിൽ 15, മെയ്, ജൂൺ എന്നിങ്ങനെ 3 മാസത്തെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലൊക്കെ തേടുന്ന ആളുകൾക്ക് നല്ലൊരു സമയമാണ്, അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെയുള്ള തൊഴിലുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഭവനത്തിന്റെ അന്തരീക്ഷമൊക്കെ സന്തോഷപ്രദമാകുന്ന ഒരു സമയമാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാവുന്നതാണ്. ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുവാനുമൊക്കെയുള്ള ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. സന്താനങ്ങളില്ലാതെ ഇരുന്ന ആളുകൾക്കൊക്കെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രണയത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്കൊക്കെ അത് മംഗളകരമായിട്ട് പര്യവസാനിക്കുന്നതാണ്. വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതാണ്. എന്നാൽ ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദരരോഗത്തിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ മറ്റുള്ള മതത്തിൽപ്പെട്ടവർ അവരവരുടെ മതത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കർമ്മരംഗത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ,
നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, അതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന പുതിയ രീതിയിലേക്കൊരു പ്രവർത്തനമൊക്കെ കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുന്നതാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ലതാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ കഴിയുന്നതാണ്. ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഉദരരോഗമൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഈ 3 മാസത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇതില് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം തുടങ്ങണമെന്ന് വെച്ചാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഉള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾക്ക് ഒത്തിണങ്ങി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യുവാൻ ശ്രമിക്കുക. ആദ്യ 6 മാസങ്ങള് ഈ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് ശാസ്ത്രപ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന പഴയകാല കേസുകളും വഴക്കുകൾ കൊണ്ടുണ്ടായിരുന്ന ചില ശത്രുതകളും ഒക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. ഒരുപാട് ആളുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. പുതിയ ബന്ധുമിത്രാദികളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ചെലവുകളൊക്കെ അധികരിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശല്യമൊക്കെ മാറുന്നതാണ്. മനസ്സിലുണ്ടായിരുന്ന അശുഭ ചിന്തകളൊക്കെ മാറും. ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. നയപരമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമാണ് കാണുന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിഘ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നല്ലതാണ്. കോടതി കയറേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നന്നായിരിക്കും. ഇനിയും 2027 ആദ്യ ഭാഗത്ത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലങ്ങളിൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് കൂടി നോക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ കർമ്മമേഖല ഏതായിക്കോട്ടെ അതിലെ കഠിനമായിട്ടുള്ള പരിശ്രമവും നിങ്ങൾക്ക് അംഗീകാരവും ആദരവും എല്ലാം നൽകുന്ന ഒരു സമയമായിരിക്കും. നേതൃസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ അലങ്കരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പിതൃതുല്യരായവരിൽ നിന്നോ പിതാവിൽ നിന്നോ ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. രോഗങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തിയാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വർഷമായിരിക്കും 2027 ആദ്യ ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തരണം ചെയ്ത ഒരു വിജയത്തിന്റെ പാതയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. യാത്രാവേളകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു സമയമായിരിക്കും. എല്ലാ യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ്. ഈ സമയത്ത് ശാസ്ത്ര പ്രീതി നടത്തുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിനെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത് പറഞ്ഞിരിക്കുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇത് പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.